എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എൻ്റെ ആദിക്കുട്ടന് വേണ്ടി ഉണ്ടാക്കുന്നൊരു കടലക്കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യാനാണ് വന്നത്. തലേ ദിവസമേ കുതിർത്ത് വെച്ച കടലയിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുക. ഒരു 7-8 വിസിൽ വേവുന്നവരെ കടല വേവണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ ഒരു സവാളയും 2 പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 7-8 വിസിൽ കഴിഞ്ഞ് കുക്കർ മാറ്റി വെച്ചതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം കുറച്ചൊന്ന് മാറുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടണം. സവാള ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി ഇളക്കിയതിന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി സവാള ഒന്ന് കുറച്ച് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് അതിനകത്തോട്ട് ഇടണം. പച്ചമുളക് ഇട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതിനകത്തോട്ടിടണം. ഈ എരി വേണ്ടവർക്ക് കുറച്ചും കൂടെ പച്ചമുളക് യൂസ് ചെയ്യാം. എൻ്റെ ആദ്യക്കുട്ടന് എരി വേണ്ട, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് മാത്രമേ എടുക്കാറ്. ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വഴണ്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു പണിയും കൂടെ ചെയ്യാനുണ്ട്. ഈ അടച്ച് വെച്ചേക്കുന്ന വെന്ത കടല നമ്മളെടുത്ത് നോക്കണം, നല്ല വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കണം. അതിൽ നിന്നൊരു കുറച്ച് കടല മാറ്റിയെടുത്ത് നമ്മൾ അതിൻ്റെ ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യണം, മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. കുറച്ച് കടലയുടെ ആ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ച് ഒന്ന് പേസ്റ്റ് പോലെ, വലിയ പേസ്റ്റ് പോലെ ആയില്ലെങ്കിലും ചെറിയൊരു ക്രഷ് രീതിയിലായാലും മതി, എന്നാലും കുറച്ച് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. കുറച്ച് പേസ്റ്റും കുറച്ച് കടലയായിട്ട് നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറച്ചിടണം, മല്ലിപ്പൊടി കുറച്ചിടണം. ഞാൻ കാശ്മീരി മുളകാണ് യൂസ് ചെയ്യുന്നത്, കാശ്മീരി മുളകും കുറച്ചിടണം. എന്നിട്ട് അതിൻ്റെ ഈ പച്ചമണം മാറി വരുന്നവരെ നല്ലോണം ഇങ്ങനെ ആക്കി വറുത്ത് എടുക്കണം. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് നമ്മൾ കടല ഇട്ട് കൊടുക്കണം. നമ്മൾ അരയ്ക്കാത്ത കടലയാണ് ആദ്യം ഇടേണ്ടത്. ആദ്യം ഇട്ട് അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കടലയും യൂസ് ചെയ്യണം. എടുത്തിട്ട് ആ കടലയും നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഗരം മസാല ഇടണം. ഗരം മസാല ഇട്ട് നല്ലോണം തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം. കുറച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നല്ല മണവും ചാറിനൊക്കെ നല്ല കുറുകി ചാറ് വരും. എന്നിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് മല്ലിയില യൂസ് ചെയ്യാം. എൻ്റെ ആദ്യക്കുട്ടൻ മല്ലിയിലയൊന്നും കഴിക്കാത്തത് കാരണം ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കണം. എന്നിട്ട് നമുക്ക് ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ കൂടുതൽ ഇതിന് പുട്ടിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും.